കാപ്പി കുടിക്കണം തോന്നുന്നു വെച്ചിട്ട് കൊണ്ടുപോകും. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു വാക്ക് വിത്ത് ദിവ്യ. അങ്ങനെ വിഷുവിന് ശേഷം വി ആർ ഓഫ് ടു മാങ്കുളം അഗൈൻ. ഇത്തവണ നമ്മൾ വരുന്ന കാര്യം ജസ്റ്റ് അടിമാലി എത്തിയപ്പോഴാണ് വീട്ടിൽ ഇൻഫോം ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ തൊട്ട് വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കും. അത് ഒഴിവാക്കാന്ന് കരുതി ബസ് ഇറങ്ങിയിട്ട് കുറച്ചു ദൂരം നടക്കാനുണ്ട് വീട്ടിലേക്ക്. ഈ ഒരു വഴി പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. രണ്ട് സൈഡിലും കൊക്കോയും കാപ്പിയും പോലുള്ള ചെറുമരങ്ങളും, ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ മലയിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയ വെള്ളച്ചാട്ടവും കാടും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. പതിവ് പോലെ ഭക്ഷണം കഴിച്ചിട്ട് മറ്റു പരിപാടികളാവാന്ന് കരുതിയതാണ്. പക്ഷെ പൊതുവേ മഴയും തണുപ്പും കൂടുതലുള്ള മാങ്കുളത്ത് നമ്മൾ ചെല്ലുമ്പോൾ തോർച്ചയായിരുന്നെങ്കിൽ കാല് കുത്തിയതിനു ശേഷം മഴ തോർന്നിട്ടേ ഇല്ല. ഇത് കണ്ടോ, അച്ഛനും അമ്മയും ജാതിക്കയുടെ ഉള്ളിലുള്ള ഒരു കുരു ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്. ആൻഡ് അതിൻ്റെ പുറത്തുള്ള ഒരു പൂവാണിത്, ജാതിപത്രി എന്ന് പറയും. ആൻഡ് ഇതാണ് പാക്ക് അല്ലെങ്കിൽ അടയ്ക്ക എന്നൊക്കെ പറയും. അല്ല, അതിൻ്റെ ഉള്ളിലെ കുരുവാണിത്. ഇത് എന്തിൻ്റെ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാന്ന് എനിക്കറിയില്ല. സ്റ്റിൽ മഴയൊന്നും കാര്യമാക്കാതെ അമ്മച്ചി അമ്മയും കൂടി ചക്ക പറിക്കാനും കൊക്കോക്ക് പറിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഒരു ശബ്ദവും വെളിച്ചമായിട്ട് ഞാനും കൂടെ പോയേക്കാന്ന് കരുതി. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും തോട്ടപ്പുഴ കയറിയിട്ടില്ലല്ലോ എന്നാണ് ഞാൻ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് കൊക്കോക്ക ഗൈസ്. ഇതിൻ്റെ ഉള്ളിലെ കുരുവാണ് നമ്മൾ ഉണക്കാതെയൊക്കെ വിൽക്കുന്നത്. ചുറ്റിലും മഴ പെയ്യാട്ടോ, പക്ഷെ ഞാൻ മാത്രം ഒരു തുള്ളി നനയാതെ ഈ മരത്തിൻ്റെ അടിയിൽ സേഫ് ആയിട്ട് നിൽക്കാനും. അങ്ങനെ കുറച്ച് മഴ തുറന്നപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറി പോന്നു. എല്ലാവരും ഓരോ പണികളിലും എൻഗേജ്ഡ് ആയിരുന്നു. പുറത്താണെങ്കിൽ നല്ല മഴയും. മഴ, മാങ്കുളം, ഉച്ച സമയം. എൻ്റെ ഉറക്കത്തിന് ഇതിലും നല്ലൊരു കമ്പാനിയൻ വേറെ ഉണ്ടാവില്ല. ലെറ്റ്സ് മീറ്റ് ആഫ്റ്റർ എ ഗുഡ് സ്ലീപ്പ് ഗൈസ്. സമയം വൈകുന്നേരം 4:30 കഴിഞ്ഞിട്ടോ. ഇതുവരെ ഇവിടെ മഴ തോർന്നിട്ടേ ഇല്ല. തൽക്കാലം ഇനി ഇന്ന് പുറത്തൊരു പരിപാടി നടക്കില്ലാത്തതുകൊണ്ട് തന്നെ അലമാരിയിലെ അമ്മയുടെ സാരികളോടായി അടുത്ത ആക്രമണം. ചെറുതായിരിക്കുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അമ്മച്ചിയുടെ അമ്മയുടെയൊക്കെ സാരി ഉടുത്ത് കണ്ണാടിയിലൊക്കെ നോക്കാന്നുള്ളത്. ഇപ്പൊ അതൊക്കെ എടുത്ത് പുറത്ത് ഓരോ ഫംഗ്ഷൻസിനൊക്കെ പോകാൻ പറ്റുന്ന എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതവും സന്തോഷവും ഒക്കെ ഉള്ളൊരു കാര്യമാണ്. ഞാൻ എടുക്കുന്നതിൽ മിക്ക സാരികളും ഒന്നല്ലെങ്കിൽ ബദ്രയിൽ എടുക്കുന്നതോ അല്ലെങ്കിൽ അമ്മച്ചിയുടെയോ അമ്മയുടെയോ ആയിരിക്കും. ഇതമ്മ നമുക്ക് തന്നുവിടാൻ വേണ്ടി അവിടെ ഉണ്ടാക്കിയ കാപ്പിപ്പൊടി പാക്ക് ചെയ്യുന്നതാണ്. ജീരകം പൊടിച്ചത് ഇടുക, ഏലക്കാ ജീരകം കാപ്പിപ്പൊടിക്കാതെ. അതെന്തിനാ ഇങ്ങനെ ഇടുന്നേ? ഇത് കുടിക്കാൻ. എല്ലാ ആൾക്കാരും എന്നോട് ചോദിച്ചു എന്തിനാ അങ്ങനെ കാപ്പി പൊടിക്കകത്ത് ഇതൊക്കെ ഇടുന്നേന്ന്. നല്ല രുചി കിട്ടും. നിനക്ക് കാപ്പി കുടിക്കണം തോന്നുന്നു വെച്ചിട്ട് കൊണ്ടുപോകും. This clip has nothing to do with the context of my video. Still, ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഈ കൊളവി സ്വന്തമായിട്ട് കുഴി ഉണ്ടാക്കിയിട്ട് അത് കുഴി മൂടുന്നു. എനിവേസ്, നമ്മൾ പതിവ് പോലെ പോകുന്നതിന് മുമ്പ് അങ്ങനെ കുറച്ച് ചെടികളൊക്കെ എടുത്തിട്ട് പോവാണ്. വേറൊന്നുമല്ല, ഇവിടെ കുറേ ഭംഗിയുള്ള ചെടികൾ ഉള്ളതുകൊണ്ട് തന്നെ we can't resist ourselves from doing this. So that's it. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ try visiting the places your soul feels home. And please do watch, like, share and subscribe ചെയ്യാത്തവരുണ്ടെങ്കിൽ subscribe to Walk with Divya.